രാജ്യത്ത് ഇപ്പോൾ സ്ഫോടനം നടത്തുന്നില്ല, അത് സമ്മതിക്കുന്നില്ല നരേന്ദ്രമോദി ഗവൺമെന്റ്. തീവ്രവാദികൾക്ക് ഇപ്പോൾ സ്ഫോടനം നടത്താൻ കഴിയുന്നില്ല. പകരം അവർ ഇപ്പോൾ പുതിയ ഒരു തന്ത്രമാണ്, അക്രമ തന്ത്രമാണ് നടത്തുന്നത്. ട്രെയിനുകൾ അട്ടിമറിക്കുക. രാജ്യത്തിന്റെ പല കോണുകളിലും പല തരത്തിൽ ട്രെയിനുകൾ അട്ടിമറിക്കുക, ട്രെയിനുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുക, അങ്ങനെ ആയിരങ്ങളെ നിരപരാധികളെ ആൾക്കാരെ കൊന്നൊടുക്കുക. ഇതാണിപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ കുറെ കാലമായിട്ട് രാജ്യത്ത് ഈ ട്രെയിൻ അട്ടിമറി സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളെ കൂട്ടിയിടിപ്പിക്കുന്നു, ട്രെയിനുകൾ പാളങ്ങളിൽ പലതും വയ്ക്കുന്നു, ട്രെയിനിനെ മറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴെല്ലാം വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പലതും നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്, പല അട്ടിമറികളെയും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന് തടസ്സമിടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് വാർത്തകളിൽ നിറയുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്തും, പഞ്ചാബിലും ഡൽഹിയിലും അതുപോലെ മധ്യപ്രദേശിലും അങ്ങനെ പല സ്ഥലത്തും ട്രെയിനിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ള വാർത്തകളാണ്. അതിലേറ്റവും പ്രധാനം ഈ ജമ്മു കാശ്മീരിൽ നിന്നും കർണാടകയിലേക്ക് ഒരു പ്രത്യേക ട്രെയിൻ വന്നു കഴിഞ്ഞ ദിവസം. ആ ട്രെയിൻ എന്ന് പറയുന്നത് സൈനികരും അതുപോലെ നമ്മുടെ ആയുധങ്ങളും മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. അതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. ആ ട്രെയിനെ ഗ്യാസ് സിലിണ്ടറും വെച്ച് ദണ്ടുകളൊക്കെ വെച്ചിട്ട് പലതരത്തിൽ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അത് അവസാന നിമിഷം കണ്ടെത്തിയത് കൊണ്ട് വലിയ ദുരന്തമില്ലാതെ ട്രെയിൻ അട്ടിമറിക്കപ്പെടാതെ സൈനികർ നിറയെ ഉണ്ടായിരുന്നതാണ്. അവർക്കൊന്നും പരിക്കേൽക്കാതെ അല്ലെങ്കിൽ അവരൊന്നും കൊല്ലപ്പെടാതെ അവർ സംരക്ഷിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. മധ്യപ്രദേശിലെ സബ്ഖാദ ഡോൺഖർഗാവ എന്ന് പറയുന്ന സ്റ്റേഷനിടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ ഈ സ്ഫോടന സാധനങ്ങൾ ഈ ട്രാക്കിൽ വെച്ചിരുന്നതാണ്. ട്രെയിൻ കടന്നു പോകുമ്പോൾ സ്ഫോടനം നടക്കണം, ട്രെയിൻ നിയന്ത്രണം വിടണം, മറിയണം. ഇതായിരുന്നു ഉദ്ദേശം. 10 കേന്ദ്രങ്ങളിൽ സ്ഫോടന സാധനങ്ങൾ വെച്ചിരുന്നു എന്നാണ്. ഒരു സ്ഥലത്ത് വെച്ചിരുന്ന സ്ഫോടന സാധനത്തിൽ കൂടി ട്രെയിൻ കയറിയപ്പോൾ സ്ഫോടനം പൊട്ടിത്തെറിച്ചു. അത് അപ്പോഴേക്കും ലോക്കോ പൈലറ്റിന് ശ്രദ്ധ പറ്റി. അവർ അത് പെട്ടെന്ന് ട്രെയിൻ നിർത്തി. അതിനുശേഷം ട്രാക്കിൽ വലിയ പരിശോധന നടത്തിയപ്പോഴാണ് 10 എണ്ണം വെച്ചിരിക്കുന്നതാണ് കണ്ടെത്തിയത്. 10 മിനിറ്റിനകത്ത് ഇത് പൊട്ടുന്ന തരത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അതെല്ലാം നീക്കം ചെയ്തതുകൊണ്ട് ഈ സൈനികർ വന്ന ട്രെയിൻ യാതൊരു കുഴപ്പവുമില്ലാതെ പിന്നെ തിരിച്ച് വിടേണ്ടത്. എന്തായാലും കർണാടകയിലേക്ക് വന്നതാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന സൈനികവും നമ്മുടെ സൈന്യങ്ങളും അതുപോലെ നമ്മുടെ ആയുധങ്ങളും കൊണ്ടുവന്ന ട്രെയിനാണ്. പക്ഷെ അതിന് രക്ഷപ്പെട്ടു. എന്നാൽ അതുപോലെ തന്നെ പഞ്ചാബില് ബാറ്റിൻഡ ഡൽഹി ലൈനിലാണ് ഇരുമ്പ് ദണ്ടുകളാണ് വെച്ചത്. വെളുപ്പിന് 3 കഴിഞ്ഞ ദിവസം വെളുപ്പിന് 3 മണിക്കാണ് ഇത് കണ്ടെത്തിയത്. ഇരുമ്പ് ദണ്ടുകൾ വെച്ചിരുന്നു. അത് 1-2 ദണ്ടുകളല്ല, ഏകദേശം 9 ദണ്ടുകളാണ് ഈ ട്രാക്കിൽ വെച്ചിരുന്നത്. ട്രെയിനിനെ മറിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഇതെല്ലാം തീവ്രവാദികളുടെ പുതിയ തന്ത്രമാണ്. ഈ ഇന്ത്യയിൽ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ബാഡ് ഇംപ്രഷൻ സർക്കാരിനെതിരായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ഫോടനം നടത്താൻ കഴിയാത്തത് കൊണ്ട് സ്ഫോടനം നടത്തുന്നതിലെല്ലാം എവിടെ സ്ഫോടനം നടത്താൻ വന്നാലും അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ ഇന്റലിജൻസ് വിഭാഗം അറിയുകയും അത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരിക്കുമ്പോൾ തന്നെ അവർക്ക് വിവരം കിട്ടുകയും ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ പിടിച്ചുകൂടുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ പലതും കണ്ടതാണ്. പലയിടത്തും വെച്ച് പിടികൂടുന്നുണ്ട്. മാത്രമല്ല വളരെ ജാഗ്രതയോടായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ദണ്ടുകൾ അവസാനം മാറ്റിയത് കൊണ്ട് അവിടെ വലിയ അപകടം പറ്റിയില്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ യു പിയിൽ പ്രോംപ്റ്റർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം നടന്നത് പ്രയാഗ്രാജ് ദിവാനി കോളന്തി എക്സ്പ്രസ് കൂട്ടിയിടിച്ചിരുന്നു. അവിടെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് അതിൽ തട്ടിയിട്ട് ഇത് കൂട്ടിയിടിക്കുന്നു. എന്നാൽ ഈ ഗ്യാസ് സിലിണ്ടർ പലപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ചയും ഇതേപോലെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ചിരുന്നു. അത് തമ്മിൽ പെട്ടെന്ന് ലോക്കോ പൈലറ്റ് വളരെ നേരത്തെ തന്നെ ഗ്യാസ് സിലിണ്ടർ ലൈനിൽ ഇരിക്കുന്നത് കണ്ടത് കൊണ്ട് ഈ ട്രെയിൻ നിർത്തുകയും ഈ ഗ്യാസ് സിലിണ്ടർ എടുത്ത് മാറ്റുകയും ചെയ്തുകൊണ്ട് വലിയ അപകടം പറ്റിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പലപ്പോഴും ഇത് പറ്റുന്നുണ്ട്. അപ്പോഴാണ് ചില ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നവർ കാണുന്നത്. അതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പ്രയാഗ്രാജ് ദിവാനി കാളന്തി എക്സ്പ്രസ് കൂട്ടിമുട്ടിയത്. നമുക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യം അങ്ങനെ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പലപ്പോഴും ഈ ട്രെയിനുകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ തീവ്രവാദികൾ നടത്തുന്നത്. മോദിയുടെ ഭരണത്തിന് കീഴിൽ സ്ഫോടനം നടത്താൻ കഴിയാത്തത് കൊണ്ട് പുതിയ തന്ത്രവുമായിട്ട് ഇതാ വന്നിരിക്കുന്നു തീവ്രവാദികൾ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട്.